നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആറ്റുകാൽ പൊങ്കാല ഈ വർഷത്തെ 2025 മാർച്ച് 13 ഈ വർഷത്തെ പൊങ്കാല പോങ്ങമ്മൂട് ഉള്ളൂർ മേഖലയിലെ പൊങ്കാലയാണ്. പോങ്ങമ്മൂട് ഉള്ളൂർ മേഖല പൊങ്കാലയാണ്. ശരിക്കും കഴിഞ്ഞ വർഷത്തെക്കാളും ശരിക്കും ഈ വർഷം ആൾക്കാർ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഈ വരുന്ന ഈ പമ്പ് ഹൗസിൻ്റെ മുകളിലൊക്കെ എല്ലാ റോഡും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പോങ്ങമ്മൂട് നമ്മുടെ അലിയച്ചൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് പോങ്ങമ്മൂട് പമ്പ് ഹൗസിൻ്റെ മുകളിലായിട്ട്. അവിടെയൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫ്രണ്ടിലൊന്നും ഇല്ലായിരുന്നു, ഇടയ്ക്ക് ഓരോ സ്ഥലം വിട്ടായിരുന്നു പൊങ്കാല വന്ന്. ഇപ്പോൾ ഉള്ളൂർ മുതൽ പോങ്ങമ്മൂട് ശ്രീകാര്യം ഇളംകുളം ക്ഷേത്രത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. പക്ഷേ അവിടെ നിന്ന് ഇന്നലെയൊക്കെ സൈഡിലൊക്കെ ഷെഡെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി. സൈഡിൽ ഷെഡെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഷെഡുണ്ട്, കുറച്ച് സ്ഥലത്തൊന്നും ഷെഡില്ല. മരത്തിൻ്റെ ഷെഡിലൊന്നും ഷെഡില്ല. എന്നാലും പൊങ്കാല എല്ലായിടത്തും ഉണ്ട് കഴിഞ്ഞ വർഷത്തേക്ക്. ഈ പൊങ്ങമ്മൂട് പമ്പ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുണ്ട്. രണ്ട് സൈഡിലും ആൾക്കാരിരിക്കണം, അത്രയ്ക്ക് തിരക്ക് കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ ആ വീടിൻ്റെ മുമ്പ് തന്നെ ആൾക്കാർ നിന്ന് പൊങ്കാല ഇടയാണ്. ഇത് പൊങ്ങമ്മൂടാണ്. ഒരു സൂര്യനാരായണ സ്റ്റോറുണ്ട്, ആ സ്റ്റോറിൻ്റെ ഫ്രണ്ടാണ്. അവരൊക്കെ അവിടെ നിന്ന് ഇടാൻ പറ്റി. എന്തായാലും ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് തിരക്ക് കൂടുതലാണ്. വരും വർഷങ്ങളിൽ വീണ്ടും തിരക്ക് കൂടാനാണ് സാധ്യതയല്ല. ഇപ്പം അങ്ങ് ചെമ്പഴന്തിയിലൊക്കെ ഉണ്ട്. ചെമ്പഴന്തി അങ്ങറ്റം പോത്തങ്കോട് ഒരുപാട് സ്ഥലങ്ങളിലാണ്. വരും കാലങ്ങളിൽ കേരളത്തിൽ മൊത്തം പൊങ്കാലാവും. പെണ്ണുങ്ങളുടെ ശബരിമല ആറ്റുകാൽ പൊങ്കാല എന്നല്ലേ അറിയപ്പെടുന്നത്. പെണ്ണുങ്ങളുടെ ശബരിമല ആറ്റുകാൽ പൊങ്കാല. എന്തായാലും പൊങ്കാല വീട്ടിൻ്റെ മുമ്പ് ഇടാൻ കിട്ടിയ ഒരു നിമിഷമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവർക്കും അവരവരുടെ വീടുകളുടെ മുമ്പിൽ, ഏകദേശം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട് റോഡ് സൈഡിലല്ലോ. റോഡ് സൈഡിലുള്ളവരൊക്കെ വരയ്ക്കുക. എന്നാലും താഴെയുള്ളവരൊക്കെ വന്ന് റോഡ് സൈഡിൽ വന്നിരുന്ന് അവരവരുടെ വീടുകളുടെ അടുത്തൊക്കെ വന്നിരുന്ന് പൊങ്കാലയിടുകയാണ്. ഞാൻ എന്തായാലും താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ശരിക്കും പൊങ്കാലയുടെ റോഡിൻ്റെ അങ്ങറ്റം വരെ കിടക്കുകയല്ലേ പൊങ്കാല. ഇന്നിപ്പം കറക്റ്റ് 10:15 തന്നെ തീ കത്തിച്ച് അടുപ്പ് ഇതായി കഴിഞ്ഞ്. ഇത് പൊങ്കാല അടുപ്പൊക്കെ തിളയ്ക്കാറായിട്ടുണ്ട്. ഏകദേശം തിള വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറേ വെള്ളം സപ്ലൈ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ ഉച്ചയ്ക്ക് ഇവിടെ എല്ലാം എല്ലാവർക്കും ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇനിയിപ്പോൾ ഒരു പൊങ്കാല ഇട്ട് വിശ്രമിച്ചതിന് ശേഷം പോയി ഊണൊക്കെ കഴിച്ച് 1:10 ഇതിൻ്റെ പൊങ്കാല നേദ്യം. അതും കഴിഞ്ഞ് ആളൊക്കെ ഭക്തജനങ്ങൾക്ക് വീടുകളിലേക്ക് പോകാം. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊങ്കാല ഇടലാണ്. ഇനിയിപ്പോൾ കണ്ടോ, അങ്ങറ്റം വരെ ഉണ്ട്. ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ ബസ് പോകുന്നുണ്ട്. പൊങ്കാല അടുപ്പ് പൊങ്ങി, മനം കുളിർത്ത പോലെ പൊങ്കാല അടുപ്പും പൊങ്ങിക്കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് ഈ അടുപ്പ് പൊങ്ങി വരുന്നതാണ് അതിൻ്റെ ഒരു സായുജ്യമടയുന്ന കാഴ്ച എന്ന് പറയുന്നത്. പൊങ്കാല റെഡിയാക്കി ഇനി വിശ്രമിച്ച് പൊങ്കാല ഇടാൻ വന്നവർക്ക് ദൂരെ നിന്ന് ഒരു വണ്ടിയിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി അവർ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ തണലുണ്ട്, ഷെഡൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഊണൊക്കെ കഴിച്ച്. ഏതോ സംഘടനയാണ് അത്. അവർ പമ്പ് ഹൗസ് ബ്രദേഴ്സാണെന്ന് തോന്നുന്നു ഇത് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. പമ്പ് ഹൗസ് ബ്രദേഴ്സ് എന്നാണ് പറഞ്ഞത്. പോങ്ങമ്മൂട് പമ്പ് ഹൗസ് ബ്രദേഴ്സ് ആണോ വേറെ സംഘടനയാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും വെള്ളം കൊടുക്കുന്നു. വെള്ളം എല്ലാവരും വാങ്ങിച്ച് കുടിക്കണം, കാര്യം ചൂടല്ലേ. വെള്ളം കുടിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാവും. വെള്ളം ധാരാളം കുടിക്കണം, വെയിലും കൂടെയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.